നമ്മുടെ രാജ്യസഭയിലെ ചില സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഈ ഒരു കാര്യം കേൾക്കുമ്പോഴായിരിക്കും രാജ്യസഭയിലെ സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രാവശ്യം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടപിടിച്ചത് സോണിയാഗാന്ധിയെ പോലെയുള്ള ചില പ്രമുഖർ മത്സരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പലർക്കും സംശയം തോന്നും, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നതിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്: ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. ഇതിൽ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. അതിന് കിട്ടുന്ന വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നതും വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടുന്ന വാർത്താ പ്രാധാന്യത്തിൻ്റെ 100-ൽ1 അംശം പോലും എന്തുകൊണ്ടാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് കിട്ടാത്തത്? രാജ്യസഭ അത്രയ്ക്കും പ്രാധാന്യം കുറഞ്ഞ ഒരു ഹൗസാണോ? എന്തിനാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിന് ഒരു അപ്പർ ഹൗസ് ഉണ്ടായിരിക്കുന്നത്? അതോടൊപ്പം തന്നെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി വരുന്ന ചില സംശയങ്ങളാണ്. രാജ്യസഭയിലെ ഒരു MP-യുടെ കാലാവധി 6 വർഷമാണ് എന്ന് പറയുമ്പോഴും രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് രാജ്യസഭയിലേക്ക് MP-മാരെ തിരഞ്ഞെടുക്കുന്നത്? വളരെ വ്യത്യസ്തമായിട്ടൊരു വോട്ടിംഗ് രീതിയും കൗണ്ടിംഗ് രീതിയുമാണുള്ളത്. അതെങ്ങനെയാണ്? മാത്രമല്ല, നമ്മുടെ രാജ്യസഭയിലെ പല പ്രമുഖരായിട്ടുള്ള അംഗങ്ങളും അവരുടെ സംസ്ഥാനത്തിന് വെളിയിലുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതിൻ്റെ പിന്നിലെ സാങ്കേതികത്വം എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒരു നല്ല നിക്ഷേപ അവസരം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല അവസരം വന്നിരിക്കുകയാണ്. PNB MetLife അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 29-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. ഇനി ഈ ഫണ്ട് സ്മോൾ ക്യാപ് കമ്പനികളിൽ എക്സ്പോഷറുള്ള വലിയ റിട്ടേൺ സാധ്യതയുള്ള ഒരു ഫണ്ടാണെന്ന് നമുക്ക് കാണാം. നിങ്ങളിവിടെ കൃത്യമായി പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 100% സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ റിട്ടേൺസ് എല്ലാം ലാഭവുമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലെ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2013-നും 2023-നും ഒക്കെ ഇടയിൽ 5.23 ഇരട്ടി വരെ റിട്ടേൺസ് നൽകിയിരിക്കുന്നത് കാണാം. ഇനി PNB MetLife എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ AUM 46,000 കോടി രൂപയാണ്. ഇവർ 2018-ൽ ലോഞ്ച് ചെയ്ത ഒരു മിഡ് ക്യാപ് ഫണ്ടിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ മാത്രം റിട്ടേൺ 30.6% എന്ന് കാണാം. അപ്പോൾ ഈ ഫണ്ടിൻ്റെ NAV വെറും 10 രൂപ മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഓർക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിന് എന്തിനാണ് ഒരു അപ്പർ ഹൗസ്? രാജ്യസഭയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്സഭയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കും. രാജ്യസഭയിലെ ഭൂരിപക്ഷം ഒരു വിഷയമേ അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് 245 MP-മാരാണ് ഈ രാജ്യസഭയിലുള്ളത്? അവരുടെ സാലറി, അലവൻസ്, മറ്റ് ചെലവുകളെല്ലാം ഗവൺമെൻറ്റിന് നോക്കേണ്ടതായിട്ട് വരും. ഇത്രയും ചെലവ് വഹിച്ച് നമ്മളൊരു രാജ്യസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് സിസ്റ്റംസിനെ നമ്മൾ ബൈക്യാമറൽ ലെജിസ്ലേറ്റീവ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭ. ലോകത്തിലെ പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു ബൈക്യാമറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അത് ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, എന്നിട്ട് മാത്രമേ പ്രസിഡന്റിന് അയക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ആളുകളാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. സോ ഗവൺമെൻറ്റിന് ഓൾറെഡി ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് കാണാം. സോ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള എല്ലാ ബില്ലുകളും അവതരിപ്പിച്ച് ലോക്സഭയിൽ പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ലോക്സഭ മാത്രമേ ഉള്ളൂ എങ്കിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ രീതിയിലുള്ള ഡിസ്കഷനോ ഡെലിബറേഷനോ മാറ്റങ്ങളോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. എന്നാൽ ഈ രാജ്യസഭ ഇവിടെ ഉള്ളതുകൊണ്ട് ലോക്സഭയിൽ ഓൾറെഡി 545 MP-മാർ ഓരോ ബില്ലിനെ കുറിച്ചും ചർച്ചകൾ നടത്തുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അതിൻ്റെ നെഗറ്റീവ് സൈഡുകളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് പാസ്സായി രാജ്യസഭയിൽ എത്തുമ്പോൾ വീണ്ടും രാജ്യസഭയിലുള്ള 245 MP-മാർ ഈ ബില്ലിനെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലെക്കുറിച്ചുകൂടെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് കൃത്യമായി പഠനങ്ങൾ നടത്തി അതിനകത്തെ മോശം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കൂടുതൽ നല്ല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഉപകാരപ്രദമായിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യം നിലനിൽക്കുന്ന ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ബൈക്യാമറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമായിട്ട് നമ്മൾ പറയുന്ന അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കോൺഗ്രസിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോവർ ഹൗസും സെനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പർ ഹൗസും ഉള്ളതായിട്ട് കാണാം. ഇനി ബ്രിട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രിട്ടനിലും ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോവർ ഹൗസും ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പർ ഹൗസും ഉള്ളതായിട്ട് കാണാം. അതുപോലെ ഒരു സിസ്റ്റം തന്നെയാണ് ഇന്ത്യയും ഫോളോ ചെയ്യുന്നത്.
ഇനി നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഈ ബൈക്യാമറൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്ന് പറഞ്ഞുള്ളൊരു നിയമം, അതിനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് ഓൾറെഡി ഒരു സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടായിരുന്നു. അതിന് ഒരു അപ്പർ ഹൗസ് എന്നുള്ള നിലയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സഭ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കാണാം. കാരണം പതിയെ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോഴേക്കും നമ്മുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ അപ്പർ ഹൗസിലെ ഭൂരിഭാഗം ആളുകളും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഇന്ത്യയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ കൗൺസിലിനെ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ ഒരു രീതി പിന്തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന് കാണാം. സോ അതിനകത്തുള്ള ചർച്ചകൾ പ്രധാനമായിട്ട് നടക്കുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് 2 സഭകൾ വേണോ എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ഇതിനെയാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ചെയർമാൻ എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവർ പഠനങ്ങളൊക്കെ നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇന്ത്യൻ പാർലമെൻറ്റിന് 2 സഭകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ നിർദ്ദേശം അങ്ങനെ തന്നെ അംഗീകരിക്കുകയല്ല ചെയ്തത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. അപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയുടെ യൂണിറ്റിക്കും അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനം സ്മൂത്തായി പോകുന്നതിനും രാജ്യസഭ എന്നുള്ള അപ്പർ ഹൗസ് വളരെ ആവശ്യമാണ് എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ സംശയം നമ്മുടെ ഉള്ളിൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസ് ആയിട്ടുള്ള ലോക്സഭ അറിയപ്പെടുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ്. അതായത് ഈ ലോകസഭയിലെ ഓരോ മെമ്പർമാരും ഓരോ എം പിമാരും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിലെ അവരുടെ മണ്ഡലത്തിലെ ജനങ്ങളെയാണ് അല്ലെങ്കിൽ ഓരോ ഇന്ത്യൻ പൗരന്മാരെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ലോക്സഭ അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്. കാരണം അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിലെ ജനങ്ങളാണ്. നേരിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഈ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കാണാം. എന്നാൽ രാജ്യസഭയിലെ എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമസഭകൾ വഴി അല്ലെങ്കിൽ അവിടുത്തെ MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് കാണാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. സോ രാജ്യസഭയിലെ എം പിമാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജനങ്ങളെയല്ല, മറിച്ച് ഇന്ത്യയിലെ ഓരോ ഫെഡറൽ യൂണിറ്റുകളെയുമാണ്, അതായത് സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറികളെയുമാണ് എന്ന് കാണാം. അതുകൊണ്ടാണ് രാജ്യസഭയെ ഇംഗ്ലീഷിൽ നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ തരത്തിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറികളെയും റെപ്രസെൻ്റ് ചെയ്തു വരുന്ന ആളുകൾ ആ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ യൂണിറ്റിക്ക് അതൊരു മുതൽക്കൂട്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു രാജ്യസഭ വേണമെന്ന് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് തിയറി പ്രകാരം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലെ മെമ്പർമാർ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിന് അത് ആവശ്യമാണെന്ന് അദ്ദേഹവും പറയുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 79 ആഡ് ചെയ്യുന്നു. 79 പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന് ലോക്സഭ രാജ്യസഭ എന്നീ 2 ഹൗസുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. ഇനി രാജ്യസഭയുടെ മെമ്പർഷിപ്പ്, അതായത് അംഗങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മാക്സിമം 250 അംഗങ്ങൾ രാജ്യസഭയിൽ ഉണ്ടാവാം എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ഈ 250-ൽ 238 പേര് ഇന്ത്യയുടെ ഫെഡറൽ യൂണിറ്റുകളിൽ നിന്നും, അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം. ബാക്കിയുള്ള 12 പേരെ ഇന്ത്യൻ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 12 പേരെ ഇന്ത്യയുടെ രാജ്യസഭയിൽ എപ്പോഴും പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ലിറ്ററേച്ചർ, സയൻസ്, ആർട്സ്, സോഷ്യൽ സർവീസ്, ഈ 4 മേഖലയിലുള്ള ആളുകളെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യസഭയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മെമ്പറായിരുന്നു. അദ്ദേഹം ഇതുപോലെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത ഒരാളാണ്. കേരളത്തിൽ നിന്നുമുള്ള സുരേഷ് ഗോപി, അദ്ദേഹം രാജ്യസഭയിൽ ഇതുപോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു എന്ന് കാണാം. ഇങ്ങനെ 12 പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, 238 പേര് എലക്റ്റഡ് മെമ്പേഴ്സ് ആണെന്ന് പറയുമെങ്കിലും നിലവിൽ ഇന്ത്യൻ രാജ്യസഭയിൽ 233 പേരെ മാത്രമാണ് എലക്ട് ചെയ്തിട്ടുള്ളത്. സോ 233 എലക്റ്റഡ് മെമ്പേഴ്സും 12 നോമിനേറ്റഡ് മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് 245 ഇന്ത്യൻ രാജ്യസഭയുടെ നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ് എന്നുള്ളത്. ലോക്സഭ ഒരു പെർമനന്റ് ബോഡിയല്ല. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണെന്ന് നമുക്ക് കാണാം. ഓരോ 5 വർഷവും കഴിയുമ്പോഴും ലോക്സഭ പിരിച്ചുവിട്ട് എല്ലാ സീറ്റുകളിലേക്കും ഇലക്ഷൻ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാറില്ല. പക്ഷേ ഇതോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടെ കേൾക്കാറുണ്ട്, ഓരോ രാജ്യസഭാ MP യുടെയും കാലാവധി 6 വർഷമാണെന്ന്.
അപ്പോൾ ഇതിൻ്റെ സാങ്കേതികത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിൽ 245 അംഗങ്ങളുണ്ടെങ്കിലും ഈ 245 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ഒന്നിച്ചല്ല. ഈ 245 അംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുന്നതും ഒന്നിച്ചല്ല. ഓരോ 2 വർഷവും കൂടുമ്പോൾ ഇതിൽ 1/3 ആളുകളുടെ കാലാവധി അവസാനിക്കുകയും ആ സീറ്റുകളിലേക്ക് മാത്രം തിരഞ്ഞെടുപ്പ് നടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ രാജ്യസഭയിൽ 300 സീറ്റുകളാണുള്ളത് എന്ന് വിചാരിക്കാം. ഈ 300 സീറ്റുകളിൽ 100 സീറ്റുകൾ 2024 വേക്കൻ്റ് ആവുകയും ആ 100 സീറ്റുകളിലേക്ക് മാത്രം 2024 ഇലക്ഷൻ നടക്കുകയും ചെയ്യും. 2026 ആകുമ്പോൾ, അതായത് 2 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു 100 സീറ്റുകൾ വേക്കൻ്റ് ആവുകയും ആ 100 സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടക്കുകയും ചെയ്യും. 2028 ആവുമ്പോൾ പിന്നെയുള്ള 100 സീറ്റുകൾ വേക്കൻ്റ് ആവുകയും ആ 100 സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടക്കുകയും ചെയ്യും. വീണ്ടും 2 വർഷം കഴിഞ്ഞ് 2030 ആകുമ്പോൾ എന്ത് സംഭവിക്കും? 2024 എലക്ട് ചെയ്യപ്പെട്ട 100 പേരുടെയും കാലാവധി അവസാനിക്കും. 6 വർഷം കഴിയുമ്പോൾ കാലാവധി അവസാനിക്കുകയും ആ 100 സീറ്റുകൾ വേക്കൻ്റ് ആവുകയും അങ്ങോട്ടേക്ക് മാത്രം ഇലക്ഷൻ നടക്കുകയും ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. അതായത് ഓരോ 2 വർഷവും കഴിയുമ്പോൾ രാജ്യസഭയിലെ 1/3 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുകയും ആ സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് എല്ലാ ആളുകളും ഒന്നിച്ച് തിരഞ്ഞെടുക്കപ്പെടുകയോ ഒന്നിച്ച് അവരുടെ കാലാവധി അവസാനിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് രാജ്യസഭ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ രാജ്യസഭയെ ഒരു പെർമനന്റ് ബോഡി, ഒരു പെർമനന്റ് ഹൗസ് ആണ് എന്ന് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഒരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സംശയം എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു. രാജ്യസഭ തുടങ്ങിയപ്പോൾ, അതായത് രാജ്യസഭയിലേക്ക് ആദ്യത്തെ ഒരു ഇലക്ഷൻ നടക്കുമല്ലോ, ഈ ഇലക്ഷനിൽ രാജ്യസഭയിലെ എല്ലാ മെമ്പർമാരെയും ഒന്നിച്ചാണോ തിരഞ്ഞെടുത്തത്? അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ എല്ലാവരുടെയും കാലാവധി ഒന്നിച്ച് അവസാനിക്കില്ലേ? അപ്പോൾ എങ്ങനെയാണ് രാജ്യസഭയ്ക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഇനി അങ്ങനെ അല്ല എങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 1/3 സീറ്റുകളിലേക്ക് മാത്രമാണോ തെരഞ്ഞെടുപ്പ് നടത്തിയത്? പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണോ അടുത്ത 1/3 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്? പിന്നെ അടുത്ത 2 വർഷം കഴിഞ്ഞിട്ടാണോ അടുത്ത 1/3 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത്? അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് എങ്കിൽ ഇന്ത്യയിലെ 1/3 സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ലേ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റെപ്രസെൻറ്റേഷൻ കിട്ടുകയുള്ളൂ? ഇങ്ങനെയുള്ള വലിയൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. 1952 രാജ്യസഭയിലേക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യസഭയിലെ മുഴുവൻ സീറ്റുകളിലേക്കും 1952 തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ ഈ രാജ്യസഭയിലെ 1/3 അംഗങ്ങളുടെ കാലാവധി വെറും 2 വർഷം മാത്രമായിരുന്നു. വേറൊരു 1/3 അംഗങ്ങളുടെ കാലാവധി വെറും 4 വർഷം മാത്രമായിരുന്നു. വെറും 1/3 അംഗങ്ങൾക്ക് മാത്രമാണ് 6 വർഷത്തെ മുഴുവൻ കാലാവധിയും കിട്ടിയത്. ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ലോട്ടിട്ടെടുത്ത്, ഇലക്ഷൻ കമ്മീഷൻ പബ്ലിക്കായിട്ട് ലോട്ടിട്ടെടുത്താണ് ഈ തീരുമാനമെടുത്തതെന്ന് മനസ്സിലാക്കുക. അതായത് രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരുകൾ 3 ലോട്ടുകളിലായിട്ട് തിരിക്കും. ആദ്യത്തെ ലോട്ടിലിട്ടിരിക്കുന്ന ആളുകൾക്ക് വെറും 2 വർഷം മാത്രം കാലാവധി, രണ്ടാമത്തെ ലോട്ടിലുള്ള ആളുകൾക്ക് 4 വർഷം കാലാവധിയും, അവസാനത്തെ ലോട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ 6 വർഷം കാലാവധിയും ലഭിക്കും. അങ്ങനെ ആളുകളുടെ ലക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കാലാവധി പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യം ഒന്നാമത്തെ രാജ്യസഭയിൽ നടന്നിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ 2 വർഷം എന്നുള്ളൊരു സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. എങ്ങനെയാണ് രാജ്യസഭയിലേക്ക് എംപിമാരെ തിരഞ്ഞെടുക്കുന്നത്? ഓൾറെഡി രാജ്യസഭയിലെ ചില സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാം. രാജ്യസഭയിലെ എംപിമാരെ തിരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമസഭകൾ അല്ലെങ്കിൽ ആ നിയമസഭകളിലെ MLAമാരാണ് ഈ എംപിമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലല്ല തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അതിൻ്റെ വോട്ടെണ്ണലും കാര്യങ്ങളും ഒന്നും നടക്കുന്നത്. ചില പ്രത്യേക രീതിയിലാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സാധാരണ വോട്ടിംഗ് സിസ്റ്റം എങ്ങനെയാണ്? കുറേ അധികം സ്ഥാനാർത്ഥികൾ ഒരു പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്നുണ്ടാവും. അതിൽ പല ആളുകൾ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ആരാണോ അയാളെയാണ് അവിടെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ വിജയിക്കുന്ന ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് വിഷയമേ അല്ല, ഏറ്റവും കൂടുതൽ വോട്ട് അയാൾക്കാണോ കിട്ടിയത് എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാജ്യസഭാ എംപിമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരാൾ അവിടെ വിജയിയാവണമെങ്കിൽ അയാൾക്ക് മിനിമം ഇത്ര നമ്പർ ഓഫ് വോട്ട് കിട്ടിയിരിക്കണം. അതിനെയാണ് ക്വോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വോട്ട എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. ടോട്ടൽ എത്ര MLAമാരാണ് ആ നിയമസഭയിൽ ആ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ളത് എന്ന് നോക്കും. അതിന് എത്ര എംപിമാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നോക്കും. അല്ലെങ്കിൽ എത്ര സീറ്റുകളാണ് ആ ഒരു ഇലക്ഷനിൽ വേക്കൻ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിനെ ഒന്നുകൊണ്ട് കൂട്ടിയിട്ടുള്ള നമ്പർ കൊണ്ട് ഹരിക്കും. ഈ കിട്ടുന്ന മൊത്തം നമ്പറിൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് ഈ ക്വോട്ട എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കിട്ടുന്നത്. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കേരള നിയമസഭയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും 9 രാജ്യസഭാ എംപിമാരാണുള്ളത്. ഓരോ 2 വർഷവും കൂടുമ്പോൾ ഇതിൽ 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കേരള നിയമസഭയിലെ ടോട്ടൽ MLAമാരുടെ എണ്ണം എന്ന് പറയുന്നത് 140 ആണ്.
140-നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കും. ഇവിടെ 3 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനോടുകൂടി ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. അപ്പോൾ 140/4 ഈ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 36 എന്ന് കാണാം. സോ കേരള നിയമസഭയിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിനിമം 36 വോട്ടെങ്കിലും കിട്ടിയാൽ മാത്രമേ ഒരാൾക്ക് വിജയിയായി മാറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കോട്ട എന്ന് പറയുന്നത് 36 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് കാണാം. അതിനെയാണ് നമ്മൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നും ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 7 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ 7 സ്ഥാനാർത്ഥികൾക്കും 19 മുതൽ 21 വോട്ടിൻ്റെ ഇടയിലാണ് കിട്ടുന്നത് എങ്കിൽ ആർക്കും തന്നെ ഈ കോട്ട എന്ന് പറഞ്ഞുള്ള നമ്പർ തികയ്ക്കാൻ സാധിക്കില്ല, ആരെയും വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ മറ്റൊരു തരത്തിലുള്ള വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സാധാരണ ഒരു ഇലക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു ബാലറ്റ് പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട സ്ഥാനാർത്ഥിക്ക് നേരെ മാത്രം നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ബാലറ്റ് പേപ്പറിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ മാത്രം മാർക്ക് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ഓരോ സ്ഥാനാർത്ഥിക്കും നമ്മുടെ പ്രിഫറൻസ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ABCDEF എന്ന് പറഞ്ഞിട്ടുള്ള 6 സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ പ്രിഫറൻസ് നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നു എന്ന് പറയണം, രണ്ടാമത്തെ പ്രിഫറൻസ്, മൂന്നാമത്തെ പ്രിഫറൻസ്, ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ്, ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രിഫറൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ പ്രിഫറൻസും മാർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് ഓപ്ഷണലാണ്. നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് മാത്രം മാർക്ക് ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ പ്രിഫറൻസുകളാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വോട്ടിംഗ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി കൗണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇതിൻ്റെ പേര് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നാണ്. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് നമ്മൾ ചെയ്ത വോട്ട് അയാൾക്ക് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ ആ വോട്ട് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 സാഹചര്യങ്ങളിലാണ് ഈ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഒന്ന്, ഒരാൾക്ക് കോട്ടയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ 36 വോട്ട് വേണ്ടിടത്ത് ഒരാൾക്ക് 40 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 4 വോട്ട് അധികമാണ്. ആ 4 വോട്ടുകൾ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇനി ഒരു സ്ഥാനാർത്ഥി ഏറ്റവും കുറവ് മാത്രം വോട്ട് കിട്ടി അയാളെ ഒരു റൗണ്ടിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയാണ്. ചില സ്ഥാനാർത്ഥികളെ എലിമിനേറ്റ് ചെയ്യും, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരാളെ എലിമിനേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾക്കൊന്നും ഒരു വിലയില്ലാണ്ടാവുകയാണ്. സോ ആ വോട്ടുകളെല്ലാം മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഉദാഹരണം എടുക്കാം. 6 സ്ഥാനാർത്ഥികളാണ് കേരള നിയമസഭയിൽ നിന്ന് മത്സരിക്കുന്നത് എന്ന് വിചാരിക്കുക. ABCDEF എന്നുള്ള 6 സ്ഥാനാർത്ഥികൾ. ഇവരിൽ ഒരാൾക്കെങ്കിലും ജയിക്കണമെങ്കിൽ 36 വോട്ടുകൾ കിട്ടണം. 140 പേരാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൗണ്ടിങ്ങിൻ്റെ സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടാണ് ആദ്യം എണ്ണുന്നത്. എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ആരുടെ പേരാണോ കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ആ വോട്ട് കിട്ടി എന്നുള്ള രീതിയിലാണ് എണ്ണുന്നത്. അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് വോട്ട് എണ്ണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. Aക്ക് 40 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടുന്നു, Bക്ക് 20, Cക്ക് 20, D 30, E 18, F 12. ഇങ്ങനെയാണ് എല്ലാവർക്കും ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ 36 വോട്ട് കിട്ടുന്ന ആളാണ് ജയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ Aക്ക് ഓൾറെഡി 40 വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ A ഇവിടെ സെലക്റ്റഡ് ആവുകയാണ്. പക്ഷേ മറ്റാരെയും ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റാർക്കും 36 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ടോട്ടൽ 3 രാജ്യസഭാ എംപിമാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. പക്ഷേ 3 പേരെ തിരഞ്ഞെടുക്കുന്നതിന് വരെ നമ്മളിത് കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ഓൾറെഡി സെലക്റ്റഡ് ആയി, പക്ഷേ Aക്ക് 4 അധിക വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അധികമായിട്ട് കിട്ടിയിട്ടുള്ള 4 വോട്ടുകളിലും സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കും. എന്നിട്ട് ഈ സെക്കൻഡ് പ്രിഫറൻസ് കിട്ടിയ ആൾക്ക് ആ 4 വോട്ടുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഈ 4 വോട്ടുകൾ വീതിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ Aക്ക് കിട്ടിയിട്ടുള്ള 4 എക്സ്ട്രാ വോട്ടുകളിൽ സെക്കൻഡ് പ്രിഫറൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സെക്കൻഡ് പ്രിഫറൻസ് B ആയിരുന്നു, ഒരു സെക്കൻഡ് പ്രിഫറൻസ് C ആയിരുന്നു, ഒരു സെക്കൻഡ് പ്രിഫറൻസ് D ആയിരുന്നു, അവസാനത്തെ സെക്കൻഡ് പ്രിഫറൻസ് F ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Bയുടെ വോട്ടുകൾ 21, Cയുടെ 21, Dയുടെ 31, Eയുടെ പഴയ പോലെ തന്നെ 18, Fൻ്റേത് 13, ഇങ്ങനെയായിട്ട് നിൽക്കും. ഇപ്പോൾ ആർക്കെങ്കിലും കോട്ട അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷേ ഇവിടെ നമുക്കെന്നറിയാം ആർക്കും 36 എന്ന നമ്പറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ ഇവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യുകയാണ്. സോ നമ്മുടെ ഈ സാഹചര്യത്തിൽ Fനാണ് 13 വോട്ടുകൾ മാത്രമേ Fനുള്ളൂ. അതുകൊണ്ട് Fനെ ഈ വോട്ടിങ്ങിൽ നിന്നും എലിമിനേറ്റ് ചെയ്യും. Fനെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം Fന് ആദ്യത്തെ റൗണ്ടിൽ 12 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 12 വോട്ടുകളുടെയും സെക്കൻഡ് പ്രിഫറൻസ് ആർക്കാണ് എന്ന് നോക്കും. എന്നിട്ട് ആ വോട്ടുകൾ സെക്കൻഡ് പ്രിഫറൻസ് കിട്ടിയ ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ Fൻ്റെ 12 വോട്ടുകളുടെ സെക്കൻഡ് പ്രിഫറൻസ് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് Dക്ക് 5 വോട്ട്,
ഇക്ക് 1 വോട്ട്, ബിക്ക് 5 വോട്ട്, സിക്ക് 1 വോട്ട്. ഇങ്ങനെയായിരുന്നു ഈ 12 വോട്ടുകളുടെയും സെക്കൻഡ് പ്രിഫറൻസ്. അങ്ങനെ ആ വോട്ടുകൾ ഈ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുകയാണ്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് നോക്കുമ്പോൾ ബിയുടെ ടോട്ടൽ വോട്ട് 26, സിയുടേത് 22, ഡിയുടേത് 36, ഇയുടേത് 19 ഇങ്ങനെയായി മാറും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിക്ക് 36 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 36 വോട്ടുകളാണ് നമ്മുടെ കോട്ട എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഡി സെലക്റ്റഡ് ആവുന്നു. ഇപ്പോൾ ഇവിടെ 2 പേര് സെലക്റ്റഡ് ആയി, പക്ഷേ നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വോട്ടിങ് ഒരു റൗണ്ട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ ഇപ്പം നിലവിൽ മത്സരത്തിലുള്ളത് ബിയും സിയും ഇയും മാത്രമാണ്. ഇതിനകത്ത് ഏറ്റവും കുറവ് വോട്ടുള്ളത് ഇ ആണെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇയെ ഈ റൗണ്ടിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇക്ക് എത്ര ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ഉണ്ടായിരുന്നു? ഇക്ക് ഉണ്ടായിരുന്നത് 18 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടാണ്. ഈ വോട്ടുകളുടെ എല്ലാം സെക്കൻഡ് പ്രിഫറൻസ് ഉള്ള ആളുകൾക്ക് ആ വോട്ടുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയി കിട്ടിയിട്ടുള്ള 18 വോട്ടുകളുടെ സെക്കൻഡ് പ്രിഫറൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉദാഹരണത്തിൽ 4 വോട്ടുകളുടെ സെക്കൻഡ് പ്രിഫറൻസ് എക്ക്, 10 എണ്ണം ബിക്ക്, 2 എണ്ണം സിക്ക്, 1 എണ്ണം ഡിക്ക്, 1 എണ്ണം എഫിനായിരുന്നു വിചാരിക്കാം. അപ്പോൾ ഇവിടെ എയുടെയും ഡിയുടെയും എഫിൻ്റെയും കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല, കാരണം അവരുടെ കാര്യമെല്ലാം ഓൾറെഡി തീരുമാനമായതാണ്. ബിയുടെയും സിയുടെയും കാര്യമാണ് നമുക്കറിയേണ്ടത്. സോ ഈ സെക്കൻഡ് പ്രിഫറൻസ് വോട്ടുകൾ അവർക്ക് കിട്ടുമ്പോൾ ബിയുടെ ടോട്ടൽ വോട്ട് 36 മാറുന്നു, സിയുടേത് 23 മാറുന്നു. അപ്പോൾ ഓൾറെഡി ബിക്ക് കോട്ട അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ബിയെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 4 റൗണ്ടും കൗണ്ടിങ് നടത്തിയതിലൂടെ നമുക്ക് 3 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ 3 പേർക്ക് ഈ കോട്ട അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 3 പേരെ രാജ്യസഭ എംപിമാരായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് അതുപോലെ തന്നെ കൗണ്ടിംഗ് പ്രോസസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഉദാഹരണത്തിൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് ഓരോ നിയമസഭകളിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള രാജ്യസഭാ എംപിമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ തിരിച്ചറിയണം. ഇപ്പോൾ 3 വേക്കൻസിയേ ഉള്ളൂ, അതുപോലെ തന്നെ 3 സ്ഥാനാർത്ഥികളേ ഉള്ളൂ എങ്കിൽ ഇവിടെ വോട്ടിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ആ 3 പേരെയും വിജയികളായിട്ട് പ്രഖ്യാപിക്കും. ഭൂരിഭാഗം സാഹചര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കണം. ഇത് ഓപ്പൺ ബാലറ്റ് സിസ്റ്റമാണ്. ഓപ്പൺ ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ഇടുന്നത് മറ്റൊരാൾക്ക് കൂടി കാണാൻ സാധിക്കും. എല്ലാവരെയും ഈ വോട്ട് കാണിക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്. ഓരോ പാർട്ടിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷൻ ഏജന്റിനെ നിയമിക്കാം. അപ്പോൾ ഓരോ പാർട്ടിയുടെയും ഭാഗമായിട്ടുള്ള MLA-മാർ ഈ ബാലറ്റ് പേപ്പറിൽ അവരുടെ പ്രിഫറൻസ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഈ ഏജന്റിനെ അത് കാണിക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ MLA-മാരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്, അവരുടെ പാർട്ടി പറയുന്ന രീതിയിലാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മളൊരു ഓപ്പൺ ബാലറ്റ്, ഒരു സെമി ഓപ്പൺ ബാലറ്റ് സിസ്റ്റമാണ് എപ്പോഴും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പിന്തുടരുന്നത്. ഇനി ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ രാജ്യസഭാ എംപിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് പല പ്രമുഖരായിട്ടുള്ള ആളുകളും അവർ ജീവിക്കുന്ന സംസ്ഥാനത്തിന് വെളിയിലുള്ള ഒരു സംസ്ഥാനത്ത് പോയിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവിടെ നിന്നും രാജ്യസഭയിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ കാര്യത്തിന് നോക്കാം. അവർ സ്ഥിരമായിട്ടും ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് ശ്രീ വി മുരളീധരൻ. അദ്ദേഹം കേരളത്തിലെ ഒരു മെമ്പറാണ് എങ്കിൽ കൂടിയും അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും മറ്റൊരു സഹമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ ഒ രാജഗോപാൽ. അദ്ദേഹവും രാജ്യസഭാ MP ആയത് കേരളത്തിൽ നിന്നുമല്ല, അത് മധ്യപ്രദേശിൽ നിന്നുമായിരുന്നു എന്ന് കാണാം. അപ്പം ഇങ്ങനെ ഒരു സംസ്ഥാനത്തുള്ള ആളുകൾക്ക് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കുമോ? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറഞ്ഞുള്ളൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ ഒരു സംസ്ഥാനത്ത് നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അയാൾ ആ സംസ്ഥാനത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു വോട്ടർ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ 2003 ആ ഒരു നിബന്ധനയിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ്: ഒരാൾക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അയാൾ ഇന്ത്യയിലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർ ആയിരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു സംസ്ഥാനത്തെ വോട്ടർ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യസഭാ എംപിമാർ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെയാണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചോദ്യം മുന്നോട്ട് വരികയാണ്. ഈ രാജ്യസഭ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ തന്നെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ ആളുകളും അവരുടെ സംസ്ഥാനത്തെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ അയാളുടേതല്ലാത്ത മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വരുന്നുണ്ട്.
സോ ആ ഒരു ചോദ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഇന്ത്യൻ പാർലമെൻറ്റ് സംവിധാനത്തിലെ രാജ്യസഭയെക്കുറിച്ചും രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള PNB MetLifeന്റെ NFOയെ കുറിച്ചുകൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും ലിങ്കുകൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.